നമ്മൾ ഏകദേശം 324 കിലോമീറ്ററോളം പിന്നിട്ടു. ട്രിച്ചിയിലെ ചാർജിങ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ അടുത്ത് ചാർജ് ചെയ്യാൻ പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ ഓൾറെഡി ഒരു വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീടൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് കേട്ടോ. നമ്മളെവിടെ പോയാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളുള്ളത് ട്രിച്ചിയിലാണ്. എവിടെ പോയാലും നമുക്ക് ഒരാളെ കണക്റ്റ് ആവും. അതായത് അവിടെ ഒരു EV യൂസർ ഉണ്ടാവും. നമ്മളവരെ ചാർജ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവും, അവർക്കും സമയം ഉണ്ടാവും, നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റും. രാജകീയ പദവിയിലിരിക്കണേ അതെ. തനിക്കിപ്പോ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയില്ല അവിടുന്ന് അല്ലേ? ഒരു ടീം ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. അവര് ചോദിച്ചൊരു 3 പേര് പ്രായമായൊരു ചെറുപ്പക്കാര്. പ്രായമായവർക്ക് വലിയ സുഖമില്ല. 5 മണിക്കൂർ ഇപ്പൊ 1 മണിക്കൂറായിട്ട് 5 മണിക്കൂർ വെറുതെ പോയിന്ന് പറയണം. ട്രിച്ചിയിൽ നമുക്ക് 24% 91% ചാർജ് ആവാനായിട്ട് ഏകദേശം 54 മിനിറ്റോളം എടുത്തു. അതിന് ചാർജ് വരുന്നത് നമുക്ക് 428 റുപ്പീസാണ് ചാർജ് ആയത്. അതിന് ടോട്ടൽ വൺ സൈഡ് നമുക്ക് ചാർജ് 955 ആണ് ആയത്. 2 hours നമ്മൾ ചാർജിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ 91% ചാർജ് കയറ്റി നമ്മൾ 159 കിലോമീറ്റർ ഓടും. ഇനി നമുക്ക് ഏകദേശം 160 കിലോമീറ്റർ ഉള്ള വേളാങ്കണ്ണിക്ക്. ഷൈജു സാർ, എന്താ ഈ ഒരു ബ്രേക്ക് എങ്ങനെ നമ്മൾ ആഘോഷിച്ചു? ചാർജ് കേട്ടിട്ടേ കഴിക്കാൻ പോയില്ലേ? ആ ബിരിയാണിനെ പറ്റി എന്താ അഭിപ്രായം? അതെ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കട്ടാ. അപ്പൊ നിങ്ങള് ദിണ്ടുകളിൽ നിന്ന് ട്രിച്ചിക്ക് പോണ റൂട്ടിലാണ്. അപ്പൊ ട്രിച്ചിക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും കഷ്ടി. നമ്മൾ ലൊക്കേഷൻ കൊടുക്കാം, ഹോട്ടലിന്റെ ഇപ്പൊ കാണിക്കാം. നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ബിരിയാണി ഒരു രക്ഷയില്ലാട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. 3:30 നമ്മൾ കയറിയത്, പക്ഷെ അത്രയും തിരക്കായിരുന്നു. ഈ വീഡിയോ പ്രത്യേകത എനിക്ക് എന്നിട്ട് പറയാനുള്ളത്, നമ്മൾ കുറെ പേര് കണക്ട് ആവും. ഇത് ചാർജ് നിർത്തുമ്പോ എങ്ങനെയായാലും വേറൊരു വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു വണ്ടി നമുക്ക് പിന്നാലെ വരുന്നുണ്ടാവും ചാർജ് ചെയ്യാനായിട്ട്. അപ്പൊ അവരൊക്കെ സംസാരിക്കാം. നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യും. നമ്മൾ പറയുമ്പോ എന്തായാലും അവർക്ക് വേറെ പണികളൊന്നും ഇല്ല, അവിടെ എന്തായാലും ഒരു ഫ്രീ ആണ്. അപ്പൊ നമ്മളോട് സംസാരിക്കേണ്ടി വരും. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നതാ അല്ലെ? നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നത്? ഇലക്ട്രിക് വണ്ടി കണ്ട ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നതാണ് എല്ലാവരും. ഇതിന് മുമ്പ് എവിടെ ചാർജ് ചെയ്തത്? അതെ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞ എവിടെ ചാർജ് ചെയ്യാം. ലോങ് പോകുമ്പോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാ. നമ്മൾ ലോങ് ഡ്രൈവിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മള് നിങ്ങൾ എവിടെയാ, അവര് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക നാട്ടിലേക്ക്, നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചു നിങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ ചാർജ് ചെയ്തെന്ന് പറഞ്ഞപ്പോ അവർ ആ ലൊക്കേഷനൊക്കെ സേവ് ചെയ്തിട്ടാണ് അവർ പോയിക്കണേ. അപ്പൊ കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ചാർജിങ് സ്റ്റേഷൻസ് അവർ പറയണത് ലൊക്കേഷൻ വെച്ചിട്ട് ചെല്ലുമ്പോ അവിടെ എത്തുമ്പോ ലൊക്കേഷനിലെ ചാർജിങ്ങിന്റെ സംഭവം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ആള് പറഞ്ഞപ്പോ നമ്മള് എന്താ പറയാ, നമ്മൾ അവിടെ കരുതുന്നുണ്ട്. നമ്മളെപ്പോഴാണെങ്കിൽ അത് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മള് വേളാങ്കണ്ണി എത്തിയിട്ടാ 19% ചാർജ് ബാക്കിയിട്ട് 450 കിലോമീറ്റർ നമ്മള് സക്സസ്ഫുള്ളി റണ്ണായി.